ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് രാവിലെയാണ് വട്ടയപ്പത്തിന് മിക്സ് ചെയ്ത് വെച്ചത്. പക്ഷെ അന്നേരം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ലാസ്റ്റ് ഫൈനൽ ലുക്കിലാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എൻ്റെ വട്ടയപ്പം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡി. ഞാൻ ആദ്യമൊക്കെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിരുന്നു. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വെച്ചായിരുന്നു. ലാസ്റ്റത്തെ 2 പ്ലെയിനായിട്ട് ഉണ്ടാക്കി. ഇവിടെ ന്യൂസിലൻഡിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെയാണല്ലോ. അപ്പം ഞാൻ അവർക്കൊക്കെ ഓരോ വട്ടയപ്പം വെച്ച് കൊടുത്തു വിട്ടു. ഹസ്ബൻഡും കൊച്ചും ഇപ്പം അത് കൊടുക്കാൻ പോയതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതായിരുന്നു ഞാൻ നേരത്തെ ഉണ്ടാക്കിയത്. ഇതിൽ പകുതി കൊച്ചു കഴിച്ചു, കൊച്ചു ഹസ്ബൻഡും കൂടെ കഴിച്ചു. ബാക്കിയുള്ളതാണിത്. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ചിരുന്നു. എൻ്റെ വട്ടയപ്പത്തിൻ്റെ നമ്മുടെ ഇഡ്ഡലി ചെമ്പ്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. തുറക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വട്ടയപ്പ പരിപാടി കഴിഞ്ഞു. ഇത് ഞാൻ വട്ടയപ്പത്തിൻ്റെ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടെ ചെറുതായി ഓയിൽ തേച്ച് കൊടുത്തായിരുന്നു, പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട്. അതിനുപയോഗിച്ച ബ്രഷും സാധനങ്ങളൊക്കെയാണ്. അപ്പം ഈ പണി കഴിഞ്ഞു. ഇനിയിപ്പം ഇത് ഒരു വീട്ടിലും കൂടെ കൊടുത്താൽ ഇന്നത്തെ കംപ്ലീറ്റ് പണി കഴിഞ്ഞു. പണ്ട് വീട്ടിലായിരുന്നപ്പോഴേ പള്ളി കഴിഞ്ഞ് വന്ന് രാവിലെ എണീറ്റ് മമ്മി വട്ടയപ്പവും അപ്പവും കറിയും ഒക്കെ ഉണ്ടാക്കും. അപ്പം ഞാനാണെങ്കിൽ 7 അയലത്ത് പോകുകയില്ല. ഞാൻ അവിടുന്ന് സ്ഥലം കാലിയാക്കുമായിരുന്നു. അങ്ങനെ കഴിക്കാൻ നേരത്തായിരുന്നു ഞാൻ നല്ല ചെല്ലുക. ഇപ്പം ഇവിടെ വന്ന് സ്വന്തം ഒറ്റയ്ക്ക് ഫാമിലിയൊക്കെ ആയി താമസിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ മക്കൾക്ക് പിന്നെ ആരാ ഉണ്ടാക്കി കൊടുക്കുക, നമ്മളല്ലാതെ. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി അതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഹസ്ബൻഡും കൊച്ചും നല്ല പ്രോത്സാഹനം തന്നു, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വട്ടയപ്പം സക്സസ് ആയി.